കൂട്ടരെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു സാധനം കാണിച്ചു തരാൻ പോവുകയാണ്. ആ സാധനം എൻ്റെ വളരെ നാളുകൾ പണ്ടേ ഉള്ളൊരു മോഹമായിരുന്നു. പക്ഷേങ്കിൽ ഞാനത് വാങ്ങിക്കാത്തത് ഇപ്പോഴായിരിക്കും അതിന് എൻ്റെ സമയം. ഓരോരോ സാധനം നമ്മുടെ കയ്യിലെത്താനുള്ള ഒരു സമയം ഉണ്ടെന്ന് പറയുന്നതൊക്കെ പണ്ടേ ഉള്ള ആൾക്കാർ. അതുപോലെ ഇപ്പോഴായിരിക്കും എൻ്റെ കയ്യിലെത്തിയ അത്. അപ്പോൾ ഞാനിന്ന് ഒരു പൂജാ സ്റ്റോർ വടകര, ഞാൻ എപ്പോഴും പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കോട്ടക്കൽ ഭഗവതി ക്ഷേത്രം, അതേപോലെ ഭദ്രകാളി ക്ഷേത്രം, അവിടെ ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ ഓഫീസിൽ പോയ സമയത്ത് മന്ത്ലി എനിക്ക് അങ്ങനെ അവിടെ ഒരു ഓഫീസിൽ അങ്ങനെ മന്ത്ലി ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പോകുമ്പം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ബസ്സില്ലായിരുന്നു. നമ്മൾ ബസ് സ്റ്റോപ്പ് പോയ ശേഷമാണ് ബസ്സില്ലാന്നുള്ളത്. അപ്പം പിന്നെ അങ്ങനെയല്ലോ ജീപ്പൊക്കെ കിട്ടി അങ്ങനെ എത്തി. മെയിൻ ഞാൻ പോകുന്ന സ്ഥലത്ത് എത്തി. അങ്ങനെ കോട്ടക്കൽ ക്ഷേത്രത്തിലൊക്കെ കയറി. നല്ല മഴയായിരുന്നു രാവിലെ. അപ്പോൾ അമ്പലത്തിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴി ആ ഫുട്പാത്തിൻ്റെ അവിടെ തന്നെ കുറേ പൂജാ സ്റ്റോഴ്സ് നിരനിരയായിട്ടുണ്ട്. ഏത് കടയിൽ കാരണം ഏത് സാധനം വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അത്രയ്ക്കും തൊട്ടപ്പുറം തന്നെ ഇങ്ങനെ ഒരുപാട് പൂജാ സ്റ്റോർ. അപ്പം ഞാൻ എന്നും ആ അമ്പലത്തിൻ്റെ കടന്നാൽ നമ്മൾ ഫുട്പാത്തിലേക്ക് ഫസ്റ്റിൽ തന്നെയുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ അധികം വാങ്ങാറ്. അവിടെ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ എൻ്റെ വിലക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ ഷോപ്പിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്കത് കാണാം ഞാൻ എന്താ വാങ്ങിയെന്നുള്ളത്, എൻ്റെ എന്താണ് ഞാൻ ആഗ്രഹിച്ച സാധനം, പണ്ടേ ഞാൻ ആഗ്രഹിച്ച എന്താ സാധനം എന്നൊക്കെ ഞാൻ വിവരിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം അത്. അപ്പം കൂട്ടുകാരെ, ഇതാണ് ആ സംഭവം. അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാണ് ലക്ഷ്മി വിളക്ക്. 250 എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പം നാലമ്പലത്തിൽ കഴിഞ്ഞ 2 മാസം മുന്നേ പോയപ്പോൾ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നടയിൽ ഇതുപോലെ ഒരു ഷോപ്പിൽ ഞാൻ വെറുതെ കയറിയപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക പൂജാ റൂമിലേക്കുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ പീഠം, നിലവിളക്ക് പീഠം, അപ്പോൾ അതൊക്കെ നല്ല 2000-ൻ്റെ അടുത്തൊക്കെ ഉള്ള ഇതായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ അപ്പം പൈസ ഉണ്ട്. പക്ഷേങ്കിൽ അത് നമ്മൾ പൈസ ചിലവാക്കാനുള്ള ഒരു അന്നേരമുള്ള അത്ര ഇതില്ലായിരുന്നു. വേറെ ഒരു ആവശ്യത്തിന് വെച്ച പൈസയായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്ക് പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ച പ്രകാരം എനിക്ക് വാങ്ങാൻ പറ്റണേ എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെ ഇത് നല്ലൊരു സംഭവമാണ്, ബ്രാസിൻ്റെ. ഞാൻ തന്നെയാണ് അയാളോട് പറയാൻ എനിക്ക് ബ്രാസിൻ്റെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഇതൊരു കുടമാണ്. കുടം എന്ന് വെച്ചാൽ നമ്മുടെ പൂജാ റൂമിൽ അത്യാവശ്യം വേണ്ടുന്നൊരു സംഭവമാണിത്. അപ്പം നമ്മൾ ഈ വ്രതം എടുക്കുന്നവർക്കൊക്കെ തീർത്ഥം സേവിച്ച്, തുളസി തീർത്ഥം സേവിച്ചിട്ട് വ്രതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളത് കുടിച്ച് അന്ന്, അല്ലെങ്കിൽ വ്രതം എന്തെങ്കിലും അങ്ങനെ അത് നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെ. പിന്നെ ഇതിനാണ് ഞാൻ ഈ സംഭവം വാങ്ങിയത്. ഇതും എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നേ. പിന്നെ ഇതേപോലെ നമ്മുടെ വാൽക്കണ്ണാടി, അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ആ മോഹം പൂർത്തീകരിച്ച്. അത് ഗുരുവായൂരിൽ വാങ്ങിച്ച് വാൽക്കണ്ണാടി. പിന്നെ അതേപോലെ ഇങ്ങനെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ ഭഗവാനോട്, ഈശ്വരനോട് പറഞ്ഞിട്ട് ഓരോ ആഗ്രഹങ്ങൾ നമ്മളങ്ങ് നിറവേറ്റുക. അപ്പോൾ ഇതും വാങ്ങിച്ചിന്ന്. പിന്നെ ഒരു മഞ്ഞച്ചരട് എന്തിനാണെന്ന് വെച്ചാൽ ദേവിക്ക് ഒരു അലങ്കാരമായിട്ട് ഈ കുടത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ എന്താണ് സ്വാസ്തിക വരച്ചിട്ട് കുങ്കുമവും മഞ്ഞളും ചാലിച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, അമ്മയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മളിതിൽ കുറച്ച് പച്ചരി, അതേപോലെ ഏലക്ക, ഗ്രാമ്പൂ, 1 രൂപ നാണയം, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ വെക്കുക, പൂജാ റൂമിലേക്ക് വെക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ദിവസവും 9 ദിവസവും നവമിയുടെ ഓരോ ദേവിയെയും പ്രതിനിധാനം ചെയ്യുന്നില്ല. അപ്പോൾ ആ 9 ദേവിയുടെയും എന്താ പറയുക ജപം, ഓരോ ജപവും ഉണ്ട്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് ബ്രഹ്മദേവീൻ്റെ. അപ്പോൾ ആ ശ്ലോകം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന മന്ത്രം അത് ജപിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
നല്ലവണ്ണം നവരാത്രി നല്ല മനസ്സോടെയും നല്ല ശുദ്ധചിന്തകളോടെയും അത് പൂർത്തീകരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഞാൻ മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞതുപോലെ നല്ലത് വരും.